ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആരംഭിച്ചു വെച്ച ആത്മീയ സന്ദേശത്തിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം ഞാനിന്ന് ആ സന്ദേശത്തെ നിങ്ങളിലൊന്ന് റിഫ്രഷ് ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് ഒരു എക്സസൈസും ഞാൻ തരുന്നതായിരിക്കും. സാധാരണ സ്കൂളുകളിലേ ഉള്ളൂ അങ്ങനെ എക്സസൈസ്. അതിനൊരു കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അതിന് സോ ദാറ്റ് ഗോഡ് ഹാസ് കൺവിൻസ്ഡ് മീ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഈസ്. എനിക്ക് ആ ഉത്ബോധ്യം തന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ അതിനെത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്, എത്രമാത്രം സ്പിരിച്വൽ എനർജി അതിൻ്റെ പുറകിലുണ്ടാകുമെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുകയില്ല. ഇപ്പം ഞാൻ തുടങ്ങി വെച്ച ആത്മീയ സന്ദേശം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് തുടങ്ങി വെച്ചു, ആത്മീയ സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മൾ പ്രഘോഷിക്കണം, പ്രസ്താവിക്കണം. ഈ പ്രസ്താവിച്ചില്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ മാത്രം ഇരുന്നാൽ പോരാ, സ്നേഹം പ്രവൃത്തിയിലൂടെ വെളിപ്പെടണമെന്ന് പറയുന്ന പോലെയാണത്. ആത്മീയ സത്യങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, ചില ഘട്ടങ്ങളിൽ നമ്മളോട് തന്നെ പറയണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞു. ആരോടാ പ്രസംഗിച്ചത്? ചില സമയത്ത് നമ്മളോട് തന്നെ നമ്മൾ പ്രസംഗിക്കണം. ഡു യു പ്രീച്ച് ടു യുവർ സെൽഫ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ലോകം വഞ്ചനയിലാണ്. പകുതി നുണകളെ ആളുകൾ പറയുന്നുള്ളൂ. ഒരുപാട് വഞ്ചനകളിലാണ് ലോകം ജീവിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ വിശ്വാസികൾ സത്യമറിയണം. സത്യത്താൽ സത്യം അറിയുകയും അത് പ്രഘോഷിക്കുകയും വേണം. വാസ്തവത്തിൽ നമ്മൾ ഇവിടെ നടന്ന ഗാന ശുശ്രൂഷയിലൂടെ ചെയ്തത് നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങളുടെ ഒരു പ്രഘോഷണമാണ്. അപ്പോൾ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. നമ്മുടെ അന്തരാത്മാവിലേക്ക് ദൈവിക ജീവൻ പ്രവേശിക്കാനൊരു കാരണമായി അത് തീരുകയാണ്. ഞാൻ പറഞ്ഞ ചില സത്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട്, ചില ആത്മീയ സത്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ എങ്ങനെ അത് പ്രഘോഷിക്കണമെന്ന്, എങ്ങനെയാണ് നമ്മളത് പറയേണ്ടതെന്ന് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചില സൂചനകൾ വചനത്തിൽ നിന്ന് എടുക്കാമെന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇടാൻ വേണ്ടിയിട്ടാണ്. ദൈവവചന സത്യങ്ങൾ അറിയുമ്പോൾ, സ്പിരിച്വൽ ട്രൂത്തുകൾ അറിയുമ്പോൾ നമുക്കതിന് കൃത്യമായൊരു അടിത്തറ തരും. അടിത്തറയില്ലാതെ കെട്ടിടം പണിയാൻ കഴിയുമോ? ഒരു എഞ്ചിനീയർ നമ്മുടെ മുമ്പിലുണ്ട്. അടിത്തറയില്ലാതെ എന്തെങ്കിലും പണിയാൻ പറ്റുമോ? അടിത്തറയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആത്മീയ കാര്യങ്ങളിലും അങ്ങനെയാണ്. സ്പിരിച്വൽ ട്രൂത്തുകൾ നമ്മളെ ദൈവികമായ യാഥാർത്ഥ്യങ്ങളിൽ അടിയുറപ്പിച്ചു നിർത്തും. ദൈവം ആരാണെന്ന് ഒരു വെളിപ്പാട്. ഇത് ശൂന്യതയിൽ നിന്നല്ല കിട്ടുന്നത്. എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവവചനത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് പോലും നമ്മിൽ പ്രവർത്തിക്കുന്നത് ശൂന്യതയിലല്ല, ദൈവവചനത്തിൽ വെളിപ്പെട്ട് ലഭിച്ച സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുവിൽ നാം ആരാണെന്ന്, ദൈവം ആരാണെന്ന് അറിയണം, നാം ആരാണെന്ന് അറിയണം, നാമും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് ഗ്രഹിക്കാൻ പ്രാർത്ഥിച്ച പൗലോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഗ്രഹിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നാം എങ്ങനെ ജീവിക്കണം, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആത്മീയ സത്യങ്ങൾ അറിയുന്നതിലൂടെയാണ് കിട്ടുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷകൻ അടുത്ത് വന്നപ്പോൾ കർത്താവ് എന്തു ചെയ്തു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അതോ ആരെങ്കിലും ഓർത്തോ? പരീക്ഷകൻ അടുത്ത് വന്ന്
കർത്താവിനെ ചോദ്യം ചെയ്തപ്പം കർത്താവ് എന്തു പറഞ്ഞാണ്, ദൈവവചനം പറഞ്ഞാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്ങനെയാ കർത്താവ് പറഞ്ഞത്? അത് അടിവരയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്? പരീക്ഷകൻ അടുത്ത് വന്ന് ചോദിച്ചപ്പം, ഈ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞപ്പം കർത്താവ് എങ്ങനെയാണ് ശത്രുവിനോട് പോരാടിയത് എന്ന് പറയുമ്പോൾ എന്ന് മനസ്സിലാക്കുമ്പം നമ്മളും എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന സത്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ എങ്ങനെ? അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കർത്താവ് പറഞ്ഞത് മലയാളത്തിൽ അങ്ങനെ വായിക്കുമ്പോൾ അല്ല, അവസാനമാണ് അത് ക്രിയാപദത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ എന്നാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആരോടാ പറയുന്നത്? വചനത്തെ മിസ്കോട്ട് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഒരു വചനത്തെ മിസ്കോട്ട് ചെയ്യും. അങ്ങനെ വചനത്തെ മിസ്കോട്ട് ചെയ്ത ഒരു സാഹചര്യത്തിൽ സത്യത്തെ വളച്ചൊടിക്കുന്ന ഏറ്റവും പ്രയാസകരമാണ്. ആ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞത് എന്താ? ഇങ്ങനെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ പറയാറുണ്ടോ? ചിലപ്പോൾ ആരും കേൾക്കണ്ട. യു മസ്റ്റ് സ്പീക്ക്. പറയുന്നത് പ്രധാനമാണ്. ദൈവവചനം ഉറക്ക വായിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെയൊക്കെ ചർച്ചുകളിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല. എന്നാൽ പല ട്രഡീഷണൽ ചർച്ചുകളിലും സ്ക്രിപ്ചർ വായിക്കാതിരിക്കത്തില്ല. നമ്മൾ വായിക്കും, പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വിധത്തിൽ അത് പല ട്രഡീഷണൽ ചർച്ചസിലും CMS ഒക്കെ വന്ന് സ്ഥാപിച്ചപ്പം അവർ സ്ക്രിപ്ചർ റീഡിങ്ങിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അത് പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒരു ഭാഗം, സുവിശേഷങ്ങളിൽ നിന്നൊരു ഭാഗം അവർ വായിച്ചിരിക്കും. I believe it is a very important ministry of reading, just reading the scripture. നമുക്ക് അങ്ങനെ ഒരു വേദഭാഗം, ഇപ്പം നമ്മൾ 3 വേദഭാഗം എടുക്കേണ്ട, ഒരു വേദഭാഗം പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത് മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുന്നത് പോലെ റീഡ് ചെയ്ത് എല്ലാവരെയും കേൾപ്പിക്കുന്നത് പ്രധാനമാണോ? വെളിപ്പാട് പുസ്തകം പറയുന്നത് എന്താണ്? വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദിസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ബിലവഡ്. കർത്താവ് അങ്ങനെയാണ് സത്യത്തിൽ ഉറച്ചു നിന്നത്. എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി പ്രസ്താവിച്ചു. ശൂന്യതയിൽ നിന്നല്ല, തിരുവെഴുത്തിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ എഴുതപ്പെട്ട യാഥാർത്ഥ്യങ്ങളിലേക്കാണ്, അല്ലാതെ എനിക്കിപ്പോൾ കിട്ടിയ വെളിപാടായിട്ടല്ല. ദൈവം വെളിപ്പാട് തരുന്നത് പോലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വചനത്തിലില്ലാത്തൊരു വെളിപ്പാട് എനിക്കുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ലെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ വചനത്തിൽ അടിസ്ഥാനപ്പെടാത്തൊരു വെളിപ്പാട് എനിക്കിപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ശൂന്യതയിൽ നിന്ന് കിട്ടിയതാണ് എന്നൊരാൾ പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാൻ ഇടവരരുത് എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആത്മീയ സത്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ രണ്ടാമത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്, ഇത് നമ്മുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കും. മൊബൈൽ ഫോണ് നിങ്ങളൊരു പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാ അത് ആക്ടിവേറ്റ് ചെയ്യണം? അവർ പറയും 2 മണിക്കൂർ എടുക്കും. പണ്ടൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് നമ്മളൊരു പുതിയ നമ്പർ എടുത്ത് അത് ആക്ടിവേറ്റഡ് ആവുന്നത്. നമ്പറൊക്കെ കിട്ടും, കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിയും, പക്ഷേ ആക്ടിവേറ്റ് ആവത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു കീ ആണ് റോമാലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്. അത് വായിച്ച് നമ്മൾ മറ്റൊരു കോണ്ടെക്സ്റ്റിലാണത് പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വായിച്ചേ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു.
അതിന് മുമ്പുള്ള വാക്യം കൂടെ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്ന ഹൃദയങ്ങളാണോ അത് പേഴ്സണൽ ആണോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പേഴ്സണലൈസ്ഡ് ആയി, ഒരുമിച്ചല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കട്ടെ. വിശ്വാസം വ്യക്തിപരമാവുകയാണ്, ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ പ്രത്യേകിച്ച്. അതെ, നീ, യെസ്, നീ. അപ്പോൾ ഇതൊരു പേഴ്സണലൈസ് ഹൃദയം, നീ എന്നിത്യാദി പദങ്ങൾ അവിടെ വരുമ്പം അത് ആ വ്യക്തി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വാക്കുകളെ വചനവുമായിട്ട് ഏകോപിക്കുകയാണ്. ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നീ നിന്ദിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു എന്നാണ് പറഞ്ഞത്. ഇറ്റ് ലുക്സ് സോ സിമ്പിൾ, പക്ഷേ ഹൗ ഡെയർ, എത്രമാത്രം, എന്തൊരു ധീരതയാണ്, എന്ത് ബലത്തിലാണ് താൻ അത് പറഞ്ഞത്, ദൈവത്തിലുള്ള ബലത്തിലല്ലാതെ. ആ പ്രഖ്യാപനം തനിക്ക് എന്തുമാത്രം ബലം നൽകി കാണുമെന്ന് ഒന്ന് ചിന്തിക്കൂ. എന്തുമാത്രം വിശ്വാസം തന്നിൽ ഉത്തേജിപ്പിച്ച് കാണും. ഫെയ്ത്ത് ആക്ടിവേറ്റഡ് ആകണമെങ്കിൽ വിശ്വാസ സത്യങ്ങളെ പ്രസ്താവിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം മാത്രം പോരാ, അതും പ്രസ്താവിക്കണം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസ പ്രമാണം അറിഞ്ഞില്ലെങ്കിൽ എന്താ വിശ്വസിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവില്ല. പറഞ്ഞ മനസ്സിലായി? അപ്പോസ്തലന്മാരുടെയും നൈസിയൻ ക്രീഡാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് അത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനൊരു പ്രാക്ടീസ് നമ്മുടെ കൂട്ടായ്മകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങളിവിടെ കയറി വരുമ്പോൾ നമ്മൾ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, നമ്മൾ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്ന സത്യത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ ആ കയറി വരുന്നിടത്ത് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. ഇതെന്തുമാത്രം നിർണായകമാണെന്നറിയാമോ? വിശ്വാസത്തെ ജീവിപ്പിക്കും, അത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. എവിടെ നോക്കിയാലോ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം എങ്ങനെ വരുന്നു എന്നാ? കേൾവിയാൽ. കേൾവി എങ്ങനെ വരുന്നു? ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. അപ്പം ദൈവവചനത്തിലെ ക്രിസ്തുവിൻ്റെ വചനം സങ്കീർത്തനങ്ങളുടെയും പ്രവചന പുസ്തകങ്ങളുടെയും അന്തസ്സത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാരെക്ക് തന്നെ വെളിപ്പെടുത്തിയത്. ആ പ്രോസസ്സിൽ അവരെ നയിച്ചത്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ എന്നാണ് വിളിച്ചത്. പലപ്പോഴും നമുക്കുണ്ട് ഈ മന്ദബുദ്ധി. തിരുവഴുത്തിലെ ക്രിസ്തുവിനെ കാണാൻ, തിരുവഴുത്തുകളെ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ എങ്ങനെ യേശുവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയണം. അത് സങ്കീർത്തനങ്ങളായാലും പ്രവചന പുസ്തകങ്ങളായാലും വായിക്കുമ്പം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റിയാലിറ്റി. നിഴലായിരിക്കാം, അത് പൊരുളായ ക്രിസ്തുവിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിയണം. അറിയാതിരിക്കാനുള്ള നമുക്ക് മന്ദത ഉണ്ടാവരുത്. ആ മന്ദതകൾ നമ്മിൽ നിന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വാസ സത്യങ്ങൾ പ്രസംഗിച്ച് കേൾക്കുന്നത് ഒരു കാലത്തും ഇല്ലാതാവില്ല. ഭൂലോകത്തിൻ്റെ അന്ത്യം വരെ പ്രസംഗമില്ലാതിരിക്കില്ലെന്ന സുവിശേഷം പ്രസംഗിക്കപ്പെടുമെന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കേൾവിയാലാണ് വിശ്വാസം
ക്രിസ്തുവിൻ്റെ വചനത്താലാണ്, അത് കേൾവിയാലാണ് വരുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിൽ സ്പീച്ചിന് എക്സ്പയറി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര അഡ്വാൻസ്ഡ് ആയ നിലയിൽ വന്നാലും ദർ ഹാസ് ടു ബി കമ്മ്യൂണിക്കേഷൻ. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നമ്മുടെ ആത്മീയമായ ഒരു ആയുധമാണ്. ശത്രുവിനോട് പോരാടാൻ, അസത്യങ്ങളോട് പൊരുതാൻ, നുണകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ഒഫെൻസീവ് വെപ്പനാണ് ശരിക്കും സ്ക്രിപ്ചർ. നമുക്ക് വാളെടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. വാളെന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും ജസ്റ്റ് ഷോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഒഫെൻസീവ് വെപ്പൺ. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. നമ്മളോട് വാളെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നോ, നമ്മളോട് വാളെടുക്കാൻ പറഞ്ഞിട്ടില്ല. ജഡരക്തങ്ങളോട് പോരാട്ടവുമില്ല. പിന്നെ എന്തിനാ ഈ വാള്? നമ്മിലേക്ക് നിരന്തരം വരുന്ന നുണകളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകം മുഴുവനും പകുതി സത്യങ്ങൾ, ചില കാര്യങ്ങൾ പകുതി നുണ, പകുതി സത്യം മിക്സ് ചെയ്തതാണ്. ദൈവവചനം എന്നത് മാത്രമേ ഉള്ളൂ മായമില്ലാത്ത പാൽ. വേറെ സകലത്തിലും മായം കലർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പം ശത്രു എന്ന് പറയുമ്പം ഈ കൊമ്പുള്ള വികൃതമായ രൂപിയായ ഒരു വിരൂപ വികൃത ഭയങ്കര ജീവിയെ ഒന്നും സങ്കല്പിക്കണ്ട. അതല്ല ശത്രു. നമ്മളെക്കാൾ ഡീസൻ്റായ, വചനത്തെക്കാൾ സത്യമായി തോന്നുന്ന നുണകളുമായിട്ട് നമ്മുടെ മുമ്പിൽ ആളുകൾ വരുമ്പോൾ അതിനെ വെട്ടാൻ സത്യം വേണം. നമുക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അന്ത്യകാലത്ത് കർത്താവ് ഏറ്റവും അധികം സൂചിപ്പിച്ചൊരു വാക്ക് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന വാക്കാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഇനി ലൂക്കോസിന് സുവിശേഷം 21 അധ്യായമോ മത്തായി സുവിശേഷം 24 അധ്യായമോ വായിച്ചു നോക്കിക്കോളൂ. അവിടെ കർത്താവ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു പദം എന്താണ്? സൂക്ഷിച്ചുകൊള്ളുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇനി ഇതാ ക്രിസ്തു ഇവിടെ, ഇതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാണ് നുണകൾ വരാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അസത്യങ്ങളെ തിരിച്ചറിയാൻ, ശത്രുവിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വചനസത്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ സത്യങ്ങൾ, എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും തിരിഞ്ഞ് നമ്മൾ പോയാലേ പറ്റൂ. അതുകൊണ്ട് ഓരോ തിരുവെഴുത്തുകളും നമ്മുടെ പ്രഖ്യാപനങ്ങളായി മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവനും വിശ്വാസത്തിൻ്റെ വർധനവും ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നമ്മളെ പുതുക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. പുതുക്കം പ്രാപിക്കുന്നത് എങ്ങനെയാ? നന്മയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എവിടെ എഴുതിയിരിക്കുന്നത്? അത് തിരുവെഴുത്തിലാണ്. വചനത്തെ പലപ്പോഴും ജലത്തോട് സാദൃശ്യപ്പെടുത്തി വചനം പറയുന്നു. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, ഇവൻ വേർഡിനെ ജലത്തോട് സമാനമാക്കി പറയുന്നു. പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്, ഒരു കഴുകൽ നടക്കുന്നുണ്ട്. ആത്മാവിനാൽ, യേശുവിൻ്റെ രക്തത്താൽ, ആത്മാവിനാൽ, വചനത്താൽ ഒക്കെ ഈ ശുദ്ധീകരണം നമ്മിൽ നടക്കുന്നു. വചനസത്യങ്ങൾക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് നമ്മെയും മറ്റുള്ളവരെയും ബലപ്പെടുത്തും. തിരുവെഴുത്തുകൾ, ആത്മീയ സത്യങ്ങൾ, ആ കാര്യവും ഞാൻ ഓർപ്പിച്ചു. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മളറിയാതെ
നമ്മുടെ വേദനകളിൽ പറഞ്ഞു പോയ വാക്കുകളുണ്ട്. അതിൻ്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ടു ഗോഡ് ബി ദ ഗ്ലോറി. ഇന്ന് ഞാൻ ചില ആത്മീയ സത്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാൻ നമ്മളോട് പറയുകയാണ്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഞാൻ പ്രസ്താവിക്കേണ്ട, പ്രഖ്യാപിക്കേണ്ട ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് ഉപയോഗിപ്പാനുള്ള ആ കൃപ എനിക്ക് തരണമേ, അത് കൃത്യമായി ഉപയോഗിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കൊരു നിമിഷം. ശാന്തമായ എല്ലാവരും വായ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആ കൃപ ഞങ്ങൾക്ക് തരണമേ. വിശ്വാസം ഒരിക്കലും ഒരു മാജിക്കല്ല കർത്താവേ. അത് കേൾവിയാലും ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. അതുകൊണ്ട് തിരുവെഴുത്തുകൾ വായിക്കുമ്പം അത് ആത്മീയ അഗ്നിയായി മാറാൻ, അത് ആത്മാവും ജീവനുമായി തീരാൻ അങ്ങ് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇനി നിങ്ങൾ പറയും, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതൊരു കേവലം ഒരു വാക്യമാണ്. ഇതൊരു കേവലം വാക്യമായി മാത്രം ഇരിക്കുകയാണോ? ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ യാഥാർത്ഥ്യമാണോ എന്ന് ഇന്ന് നിങ്ങളോട് ചോദിക്കൂ. ഈ വാക്യത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹൗ പവർഫുൾ ഈസ് ദിസ് ട്രൂത്ത്? ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രഖ്യാപനമാണ് നമുക്ക് നടത്താൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രഖ്യാപനമാണ് നടത്താൻ കഴിയുന്നത്? നിങ്ങൾക്കൊന്ന് ചേർന്ന് പറയാമോ? ഞാൻ യേശുവിനെ കൈക്കൊണ്ടവരാണോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും? അതെ. ആ ഉറപ്പ് കർത്താവ് നമുക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിപ്പാൻ എനിക്ക് അവിടുന്ന് കൃപ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇനി ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റുപറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ദീപക്? ഓക്കെ. ഏറ്റുപറയേണ്ട കാര്യം എന്താണെന്ന് പറയാം. അനാഥനല്ല ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം എൻ്റെ സ്നേഹമുള്ള പിതാവാണ്. ഇത് കൂടെ കൂടെ നാം നമ്മോട് പറയണം. പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. ഒന്ന് പറയാമോ? അനാഥനല്ല ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ദൈവമെന്ന എൻ്റെ പിതാവാണ്. അനാഥത്വത്തിൻ്റെ വേദന അറിയണമെങ്കിൽ നമുക്ക് കഴിയില്ല. കാരണം ഒരനാഥന് മാത്രമേ കഴിയൂ. ആത്മീയമായുള്ള അനാഥത്വവും അങ്ങനെ തന്നെയാണ് എൻ്റെ പ്രിയരെ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ. ആ ഗാനം ഒന്ന് പാടാമോ നമുക്ക്? ആ വരികൾ മാത്രം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി എന്ന ആ പാട്ടിൽ വരുന്നതാണ്. ആ ഗാനം പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനസത്യം ലൈഫായി നമുക്ക് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനാഥനല്ല ഞാൻ,
അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ. പരദേശിയാണെങ്കിലും, അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ദൈവ മക്കളായി തീരാൻ അവകാശം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റുപറയേണ്ട ആത്മീയ സത്യം ഇതാണ്. എൻ്റെ പ്രിയരെ, വായിക്കാം, പാടാമോ? അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അത്യുന്നതൻ താൻ തിരുമാർവിലെന്നും നിത്യമായി ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്നും ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം, ആയത്ര ധന്യമേ ലോക ജീവിതം. ഇനി ഞാൻ അനാഥനാണ്, അശരണനാണ് എന്ന് പറയരുത്. അവകാശിയാണ്. കർത്താവിൻ്റെ മാറിടത്തിൽ ചാരാൻ എനിക്ക് ദൈവം അവസരം തന്നിരിക്കുന്നു. ഇത് നമ്മളോട് തന്നെ പറയുമ്പം, ഇത് നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ഏറ്റുപറയുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മിൽ വിശ്വാസത്തിൻ്റെ തീവ്രത ആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം തിരുവെഴുത്ത് ജീവനായി നമ്മിൽ പരിണമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസമുണ്ടാകൂ. അനാഥനല്ല ഞാൻ. ഒരിക്കൽ കൂടെ ഒന്ന് ചേർത്ത് പാടാമോ? അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ താൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിലെൻ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം, ആയത്ര ധന്യമേ ലോക ജീവിതം. പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആത്മീയ സത്യങ്ങളെ നമ്മൾ പ്രഘോഷിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ കാണുകയാണ്. ആഴത്തിൽ ദൈവത്തോട് ഇടപെടുകയാണ്. താങ്ക് യു നവീൻ ഫോർ സിംഗിങ് ദാറ്റ് സോങ്. അപ്പൊ അനാഥനല്ല ഞാൻ, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം എൻ്റെ സ്നേഹമുള്ള പിതാവാണ്. ഈ സത്യം നമ്മൾ ഏറ്റുപറയണം. ഈ ഒരൊറ്റ തിരുവെഴുത്ത് മതി അത് ഏറ്റുപറയാൻ. അതിന് നമുക്ക് കഴിയും. ഓരോ തിരുവെഴുത്തുകൾ വായിക്കുമ്പോഴും ഇതുപോലെ എഴുതപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മീയ ജ്ഞാനത്തോടെ ഏറ്റുപറയാൻ ദൈവം എനിക്ക് കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് തൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റുപറയേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ ജീവിക്കുന്നു. ഞാൻ കർത്താവിലൊരു ധീരനാണ്. അതേറ്റു പറയാൻ കഴിയുമോ? ഞാൻ കർത്താവിലൊരു ധീരനാണ്. ഞാൻ ബലമുള്ളവനാണ് കർത്താവിൽ. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ്. അപ്പോൾ ഏറ്റവും ശക്തിയുള്ളവനാണ് നമ്മളെ നയിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ, ദൈവത്തിൽ ബലമുള്ളവൻ, കർത്താവിൽ ധീരൻ. എത്ര ഭീരുക്കളായിരുന്നു ശിഷ്യന്മാർ! അവരൊളിച്ചിരുന്നു, പക്ഷെ അവരെത്ര ധീരന്മാരായി. ഈ ആത്മശക്തി നമ്മുടെ മേൽ വരാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞാൽ മതി. നമ്മൾ ഏറ്റുപറയുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ ജീവിക്കുന്നു എന്നും ഞാൻ കർത്താവിൽ ഒരു ധീരനാണെന്നും കർത്താവിൽ ബലമുള്ളവനാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്നവനാണ് എന്നും നമ്മളോട് തന്നെ നമ്മൾ ഏറ്റുപറയണം. അപ്പോൾ എവിടെയൊക്കെ പോയാലും ഞാൻ ആത്മശക്തിയിലാണ് പോകുന്നത്. ഞാൻ മൂവ് ചെയ്യുന്നത് സ്കൂളിലാണെങ്കിലും എൻ്റെ വർക്ക് പ്ലേസിലാണെങ്കിലും ഈ വാക്യം വായിക്കുമ്പോൾ ഓർമ്മ വരുമ്പം നമ്മൾ പ്രസ്താവിക്കേണ്ട സത്യം ഇതാണെന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ. അതിനുവേണ്ടി ഒരു മാജിക്കൽ ഫോർമുലയില്ല. കർത്താവിൻ്റെ ദാസന് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും നമ്മളെ പണ്ട് ഓർപ്പിക്കാറുണ്ട്, കാത്തിരിപ്പ് യോഗം നമ്മൾ ചെയ്യാറില്ലെന്ന്. അതിന് കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞത് അവരോട് മാത്രമേ ഉള്ളൂ. ആ 120 പേര് പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ അവരോട് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളോട് കാത്തിരിക്കാൻ പറഞ്ഞോ? വി ആർ ടു ബി ഫിൽഡ്. നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടാനേ പറഞ്ഞുള്ളൂ. നിറയപ്പെടുന്നത് എങ്ങനെയാണ്? അതിനൊരു മാജിക്കൽ ഫോർമുലയൊന്നുമില്ല. അതിന് നിറയപ്പെടുന്നതിന് സങ്കീർത്തനങ്ങളാൽ ആത്മാവ് നിറഞ്ഞവരായി എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം അല്ലേ? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും 18. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, 18-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. മലയാളികൾക്ക് പറ്റിയ വാക്കാണ്. ഏറ്റവും കൂടുതൽ മത്ത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് എനിക്കറിയത്തില്ല എവിടെ ഏറ്റവും കൂടുതൽ വീഞ്ഞു കുടിച്ച് മത്തായതെന്ന്. ചാലക്കുടി വളരെ ഫേമസ് ആണതിന്, അൺയൂഷ്വലി അല്ലേ? ചാലക്കുടിയിലാണെന്ന് ആരും പ്രതീക്ഷിക്കാറില്ല, പക്ഷെ ചാലക്കുടിയാണ്. അപ്പോൾ ഈ വീഞ്ഞ് ശരിക്കും എന്താ ചെയ്യുന്നത്? വീഞ്ഞിനോടാണ് ആത്മനിറവിനെ കമ്പയർ ചെയ്യുന്നത്. Are you with me? വീഞ്ഞ് ഒരുവൻ്റെ അകത്ത് ചെല്ലുമ്പം അവനെ നിയന്ത്രിക്കുന്നത് എന്താണ്? വീഞ്ഞാണ്, അതിൻ്റെ ലഹരിയാണ്. ഈ ലഹരിയിൽ നിയന്ത്രിക്കപ്പെടാനാണ് വീഞ്ഞ് കുടിക്കുന്നതിന് പകരം വീഞ്ഞ് കുടിക്കാൻ അതല്ല, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. ദാറ്റ്സ് വെരി ക്ലിയർ. പക്ഷെ അതിന് പകരം മത്ത് പിടിക്കാം മറ്റൊരു വിധത്തിൽ. എങ്ങനെ? അതാണ് അവിടെ പറയുന്നത്. വീഞ്ഞു കുടിച്ചാൽ ദോഷമാണ് ഉണ്ടാവുന്നത്,
പക്ഷെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. അപ്പൊ ഇവിടെ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മാവിൻ്റെ ഒരു നിയന്ത്രണവും നിറവും ഉണ്ടാവുന്നത്? ഇതിലേത് ശുശ്രൂഷയിലും നടക്കാം. തിരുവെഴുത്ത് വായിച്ച് കേൾക്കുമ്പം, സങ്കീർത്തനം പറയുമ്പം, പാട്ട് പാടുമ്പോൾ, കർത്താവിൻ്റെ മേശ ആചരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള ഒരു നിറവ് അനുഭവിപ്പാൻ കഴിയുമെന്നല്ലേ ഹൃദയത്തിലൊരു സ്തോത്രം പറയുമ്പോൾ പോലും. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെ ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ഇത് കണ്ടിന്യൂസ് ആയി നമ്മിൽ നടക്കേണ്ട ഒരു നിറവാണ്. പൊതുവേ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ അനുസരിച്ച് വൺസ് ഫിൽഡ് ഓൾവേസ് ഫിൽഡ് എന്നൊരു തത്വം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കൽ ആത്മനിറവ് പ്രാപിച്ച് നിങ്ങൾ 1 or 2 അന്യഭാഷ പറഞ്ഞാൽ തീർന്നു എന്ന് കരുതരുത്. അത് ബിബ്ലിക്കലല്ല. അന്ന് തുടങ്ങി അതവർ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ വിശ്വസിക്കുന്നത് അതാണ്. We have to be being filled. തുടർമാനമായി നമ്മൾ നടക്കേണ്ട നിറവാണത്. ഒരിക്കൽ മാത്രമായി നടക്കുന്ന നിറവല്ലത്. അപ്പോസ്തല പ്രവൃത്തി 1 ആരംഭിച്ച ആ ശുശ്രൂഷ തുടർന്നു. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ആ നിറവ് തുടർന്നുകൊണ്ടേയിരുന്നു. അന്ന് ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണോ? അതിന്നും നമ്മുടെ ഇടയിൽ തുടരണം. അതുകൊണ്ട് വീണ്ടും ഒരു ഗാനം കൂടെ പാടാൻ ഞാൻ നവീനോട് അപേക്ഷിക്കുകയാണ്. താങ്ക് യു നവീൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ എന്ന പാട്ട് പാടാം. ഏത് ആത്മീയ ശുശ്രൂഷയുടെ നടുവിലും നമുക്ക് ആത്മനിറവ് പ്രാപിക്കാം. ആ നിറവ് നിറയ്ക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ചേർന്ന് പാടാം നമുക്കൊന്ന്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി തീരട്ടെ. ഇത് പിതാവിനോട് കേട്ട വാഗ്ദത്തമാണ്. യു ഡോണ്ട് പേ ഫോർ ഇറ്റ്, യു ആർ ബീയിങ് ഗിവൺ. ദിസ് ഈസ് എ പ്രോമിസ്. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ടെന്നല്ലേ പറഞ്ഞത്? This is a promise for every child of God. We ought to be filled with the Holy Spirit. Let's sing that song together. Hallelujah. ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഏറ്റുപറച്ചിലായി തീർന്നുകൊണ്ട്, എന്നെ നിറയ്ക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാടാം എൻ്റെ പ്രിയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഔഷധത്തിൻ മോഹം
അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആത്മനിറവുണ്ടാകുന്നത് ഒരു പാട്ടിൻ്റെ അവസാനത്തിൽ ഒന്നാണെന്നൊന്നും നമ്മൾ കരുതരുത്. അങ്ങനെയൊന്നുമല്ല. ഒരു സ്തോത്രം പറയുമ്പോൾ പോലും നമുക്ക് നിറവ് പ്രാപിക്കാം. നമ്മൾ ദൈവം സൃഷ്ടിച്ച, ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് സാലിയാൻ്റെയുടെ ഭവനത്തിൽ വെച്ച് നടന്ന കൂട്ടായ്മയിൽ ചിന്തിച്ച ഒരു കാര്യം, ദൈവം ആദ്യം നല്ലത് എന്ന് പറഞ്ഞ വസ്തു പ്രകാശമാണ്. അതിനെ നോക്കിയിട്ട് ദൈവം നല്ലതെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയെയും നോക്കി നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പം നമുക്കത് ആത്മനിറവിൽ ചെയ്യാൻ കഴിയുമോ? ഓരോ വസ്തുക്കളെ, ദൈവം സൃഷ്ടിച്ച ഓരോ വസ്തുക്കളെ നോക്കിയിട്ട് ഇതിനെ സൃഷ്ടിച്ച ദൈവം എത്ര വലിയവനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത് ആത്മനിറവിൽ നമുക്ക് ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയരെ, നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറട്ടെ. അപ്പോൾ ഇവിടെ ലഹരിയാണ്. ദിസ് ഈസ് എ സ്പിരിച്വൽ, ആത്മീയമായ ഒരു ലഹരിയാണത്. അത് നമ്മെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്, നമ്മെ നയിക്കുന്നതാണ്. ലോകത്തിൽ ആരെങ്കിലും ലഹരി കൊണ്ട് ഓഫർ ചെയ്യുമ്പം ഐ ഹാവ് ഗോട്ട് എ ബെറ്റർ ലഹരി എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ യുവാക്കളോട് ആ ബെറ്റർ ലഹരിയുമായി, ആ ലഹരി നിങ്ങൾ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്, ആത്മനിറവിൽ അത് സംഭവിക്കും. ലോകം ഓഫർ ചെയ്യുന്നതിനേക്കാൾ വലിയ സന്തോഷം, വലിയ സമാധാനം, ഐ ഹാവ് ഗോട്ട് ഗ്രേറ്റർ ആൻഡ് ബെറ്റർ ജോയ്. ഇത് കണ്ടെത്തിയില്ലെങ്കിൽ, ഈ നിധി കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കതിന് പറയാൻ പറ്റില്ല. വി സ്റ്റിൽ തിങ്ക് വേൾഡ് ഹാസ് സംതിങ് ബെറ്റർ ടു ഓഫർ. നോ, കർത്താവ് തരുന്നതിനേക്കാൾ ബെറ്റർ ആയൊന്ന് ഓഫർ ചെയ്യാൻ ലോകത്തിന് പറ്റില്ല. അത് ചതിയാണ്, അത് നുണയാണ്. അത് കാണാനുള്ള കാഴ്ച നമുക്കുണ്ടായാൽ മതി. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി അങ്ങനെ പറയാൻ പറ്റുമോ? വീഞ്ഞ് കുടിച്ചല്ല, അതിനേക്കാൾ വലിയ ഒരു ലഹരി, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കഴിച്ചെനിക്ക് ലഹരി ഉണ്ടാക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ച് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിലൊരു ലഹരി നമ്മൾ കണ്ടെത്താൻ ദൈവത്തിന് കേവലം ഒരു സ്തോത്രം പറയുന്നതിൽ നമുക്കതിന് കഴിഞ്ഞാൽ അതിലൊരു ബിഗ്ഗർ വണ്ടർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ സ്തോത്രം പറയണം. നമ്മൾ സ്തോത്രം പറഞ്ഞു പറയിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. എൻ്റെ ഹൃദയത്തിലാണെങ്കിൽ സ്തോത്രം പറയാം. ഇനി ഉറക്കെ പറഞ്ഞില്ലെങ്കിലും ഉറക്കെ പറയുന്നതിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്.
പക്ഷെ അത് മീനിങ് ഫുള്ളായി പറയണമെന്ന് മാത്രം. വെറുതെ ഒരാചാരമായി നമ്മൾ പറയരുത്. അതിന് പ്രാർത്ഥനയോടെ പറയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാക്കുവാൻ ഗ്രഹിപ്പിക്കുന്നവൻ ആർ അല്ലേ? ഗ്രഹിപ്പിക്കുന്നവൻ ആർ? കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ഈ വാക്യപ്രകാരം നമ്മൾ ശരിക്കും എന്താ പറയുന്നത്? നമ്മൾക്ക് ആരുടെ മനസ്സ് ഉണ്ടെന്നാ പറയുന്നത്? നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സ്. പറഞ്ഞാട്ടെ, ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഈ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നമുക്ക് തരുന്ന മൈൻഡ് ഏത് മൈൻഡ്? ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിൽ മൈൻഡ് ഉണ്ടെങ്കിൽ ആ മനോഭാവമാണ് ഉണ്ടാവുന്നത്. ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സിന് മാത്രമേ വിശുദ്ധമായ ചിന്തകൾ ചിന്തിക്കാൻ പറ്റൂ, സമാധാനപരമായി ചിന്തിക്കാൻ പറ്റൂ, ദ്രോഹിക്കുമ്പോഴും ക്ഷമിക്കാൻ പറ്റൂ, ജ്ഞാനത്തോടെ ഇടപെടാൻ പറ്റൂ, ആത്മാവിനാൽ കൃത്യമായി നയിക്കപ്പെടാൻ കഴിയും. പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ ആത്മാവ് എങ്ങോട്ട് നയിച്ചെന്നാ? മരുഭൂമിയിലേക്ക് നയിച്ചെന്നാ. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? സ്പിരിറ്റ് ലെഡ് ഹിം ടു ദ വിൽഡർനെസ് എന്ന. അപ്പൊ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സോ നമ്മൾ ഈ വചനപ്രകാരം നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അതൊരു പ്രോമിസായി വചനത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ മനസ്സ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളത് കൊണ്ട് എനിക്ക് ശുദ്ധമായ ചിന്തകൾ ദൈവം തരും. ശുദ്ധമായി ചിന്തിക്കാൻ, വിശുദ്ധ ചിന്തകൾ, അശുദ്ധ വികാരങ്ങളില്ലാതെ വിശുദ്ധമായി ചിന്തിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവ് ബലം നൽകും. സമാധാനപരമായി ചിന്തിക്കാൻ കഴിയും. കോപത്തിൻ്റെ വികാരങ്ങളെ അതിജീവിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ സെൽഫിൽ നമുക്ക് സാധിക്കില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിലേ ഇതിന് കഴിയൂ. അപ്പം നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് പറയുമ്പോൾ this is a promise as well. You can receive the mind of Christ. ദൈവത്തിന് സന്തോഷമുണ്ടോ വചനം കേൾക്കുമ്പോൾ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, മനസ്സ് പ്രാപിച്ചവരായി, എനിക്ക് വിശുദ്ധമായ ചിന്തകളും സമാധാനപരമായ ചിന്തകളും ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനും എനിക്ക് ഐ ക്യാൻ ബി. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ വന്നിവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഐ ക്യാൻ ബി മോർ ദാൻ എ കോൺകറർ എന്ന്. കോൺകറർ എന്ന് പറയുന്നത് അവൻ തന്നെ ഒരു ഗ്രേറ്റ് ഹീറോ ആണ്. പക്ഷെ അവിടെ പറയുന്നത് കേവലം കോൺകറർ അല്ല, മോർ ദാൻ എ കോൺകറർ. വാട്ട് ഡസ് ദാറ്റ് മീൻ? ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഐ ക്യാൻ ബിക്കം നോട്ട് ജസ്റ്റ് എ വിക്ടർ or a mere conqueror, but I can be more than conqueror. ആ ജയത്തിൽ നടക്കാൻ മനസ്സുണ്ടോ? That is what the Bible says. നാം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്ന, അത് ആ കോണ്ടെക്സ്റ്റിൻ്റെ ബേസിസിൽ പറയുന്ന ഒരു റിയാലിറ്റിയാണ്. ദൈവത്തിന് ഒന്ന് ആലോചന കൊടുക്കാൻ കഴിയുകയില്ല. അതിന് പിൻപുള്ള വാക്യം പറയുമ്പോൾ, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകും. അവിടെ മറ്റൊരു കാര്യം പറഞ്ഞു വരുന്നതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ആ വാക്യമെങ്കിലും നമുക്ക് ഇവിടെ ഈ സത്യത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുന്ന, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് ആ മനോഭാവമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമ്മൾ തീരുകയാണ്.
കർത്താവിൻ്റെ കൈയും കാലുമായി പ്രവർത്തിക്കാനുള്ള ബലം നമുക്ക് ലഭിക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരായി നമ്മൾ തീരുകയാണ്. ആത്മബലത്തിൽ സംഭവിക്കുന്ന അതാണ്. And I can be not just a mere conqueror. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യമാണ്. ആ വാക്യം കൂടെ വായിച്ച് ഞാൻ I'll stop here and we will continue this thought. റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ കൺക്ലൂഷനാണ്. നൗ ഈവൻ അതിൽ ഉൾപ്പെടാത്ത ഒരു റിയാലിറ്റിയും ഇല്ല എന്നുള്ളതാണ്. എത്ര വലിയ റിയാലിറ്റിയേക്കാളും എത്ര വലിയ യാഥാർത്ഥ്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു പ്രാപ്തിയാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്നത്. എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ യാതൊരു ശക്തിക്കും കഴിയുകയില്ല എന്ന ഉറപ്പാണ് ഒരു മനുഷ്യൻ ഈ മനുഷ്യായുസ്സിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ പ്രാപിക്കേണ്ട ഏറ്റവും വലിയ ഉറപ്പുകളിലൊന്ന്. And that covers every aspect of our life. Everything in its entirety. അതിന്നും എത്ര തെളിവോടെ ഇന്ന് ചരിത്രത്തിൽ വെളിപ്പെട്ടു വരുന്നു. ഉത്തര കൊറിയ പോലുള്ള രാജ്യത്ത് 2 പേരാണെങ്കിലും കൂടി വന്ന് ആരാധിക്കുന്നവരുടെ കൂട്ടമുണ്ട്. അടുത്ത ഒരു ദിനം കാണാൻ ഒരു പക്ഷേ അവർക്ക് പറ്റില്ല. ഗുഹകളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് 2 പേർ ചേർന്ന് ചെറിയ സ്വരത്തിൽ അവർക്കൊരു സ്തോത്രം പറയാൻ ഒരു ചെറിയ സ്വരം ഉപയോഗിക്കാനേ കഴിയൂ. എന്നാലും അവർ അങ്ങനെ ചെയ്യാൻ ബലം പ്രാപിക്കുന്ന വലിയ ഹീറോസ് ലോകത്തുണ്ട്. നമ്മൾ കാണുന്ന വീരന്മാരല്ല വീരന്മാർ. അങ്ങനെ പോയി ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മാത്രം കർത്താവിന് വേണ്ടി നിലനിന്ന് ഫലം കായ്ച്ച സ്വർഗരാജ്യത്തിലെ ഹീറോസ് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല എൻ്റെ പ്രിയരെ. നമ്മളാരും പ്രതീക്ഷിക്കുന്നവരല്ല, ആയിരിക്കുകയില്ലെന്ന് ഞാൻ പറയട്ടെ. ബട്ട് ഐ ക്യാൻ ബി, എനിക്കും ഒരു പോരാളിയായി തീരാൻ കഴിയും. ചിലപ്പോൾ ഞാൻ ആ പോരാട്ടം കഴിക്കുന്നത് ഒരു പീഡനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം. ചിലപ്പോൾ ആ പോരാട്ടം കഴിക്കുന്നത് രോഗത്തോടായിരിക്കാം. പല വിധങ്ങളിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോടായിരിക്കാം. ഞാൻ നല്ല പോർ പൊരുതി ആ പോരാട്ടം ആ പൊരുതൽ ഒരുപാട് ഈ റിയാലിറ്റികളോടാണ്. പക്ഷെ ഇതിലൊക്കെ ജയത്തോടെ ജയോത്സവമായി നമ്മെ നടത്തുന്ന കർത്താവ് എന്നിൽ ജീവിക്കുന്നു. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഐ ആം ബീയിങ് ഗിവൺ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ആ മനസ്സോടെ ജീവിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ആ മനോഭാവം എന്നിൽ വരാൻ, ഏതവസരത്തിലും എന്നിൽ ക്രിസ്തു വെളിപ്പെടാൻ, ക്രിസ്തു ഉരുവാകാൻ, ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ ഉരുവായത്, ക്രിസ്തുവിന് ജന്മം നൽകിയത് മറിയയിലൂടെയാണെങ്കിലും നമ്മിലെല്ലാം കർത്താവ് ഉരുവാകണം. പറഞ്ഞ മനസ്സിലായോ? നമ്മിലെല്ലാം കർത്താവ് ഉരുവാകണം. അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോൾ ആണ് കർത്താവ് നമ്മിൽ ഉരുവാകുന്നത്. വീണ്ടും ജനനത്തിൻ്റെ അനുഭവം അതാണ്. ഉയരത്തിൽ നിന്ന് ജനിക്കുകയാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും വരുമ്പോൾ എല്ലാവരെയും നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു സംശയമുണ്ട് ഒത്തിരി പേർക്കുണ്ട്. എങ്ങനെയാ ബൈബിൾ പറയുന്നത് എങ്ങനെ ഇരിക്കുമെന്നാ? നമ്മൾ ദൈവരാജ്യത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ബൈബിൾ തരുന്നൊരു സൂചന. നാം ഇന്നതാകുമെന്ന് ഇതുവരെ
പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് ആരോട് സദൃശരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞാട്ടെ, ആരോട് സദൃശന്മാരായിത്തീരും? യേശുവിനോട് സദൃശന്മാരായിത്തീരും. We all will look like little Christ. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനോട് സദൃശന്മാരായിത്തീരും. ദൈവസന്നിധിയിൽ ആ കർത്താവിനോട് അനുരൂപം പ്രാപിച്ചുകൊണ്ട് ജീവിക്കാൻ ഉള്ള നമ്മുടെ ഓരോ ചെറിയ പരിശ്രമങ്ങൾ പോലും ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുമെന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. സോ നമ്മൾ പെർഫെക്റ്റ്ലി കർത്താവിനെ പോലെ ഒരു ദിവസം കൊണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ യു ക്യാൻ ട്രൈ. കർത്താവിൻ്റെ മനസ്സ് ഉള്ളവരാണ് എങ്കിൽ ഏത് പശ്ചാത്തലത്തിലും എനിക്ക് കർത്താവിൻ്റെ മനസ്സാണെങ്കിൽ ഈ പശ്ചാത്തലത്തെ ഞാൻ എങ്ങനെ നേരിടും എന്നതായിരിക്കണം നമ്മളോട് ചോദിക്കേണ്ടത്. അതാണ് പറയുന്നത്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഈ ഐ വളഞ്ഞ് സി ആയി മാറണമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഐ വളഞ്ഞൊരു സി ആയാൽ വെരി വെരി ഡിഫിക്കൾട്ട് ഫോർ ഓൾ ഓഫ് us. ഞാനല്ല, ക്രിസ്തു അത്രേ. ഈ ലൈഫിന് പറയുന്ന പേരാണ് റീപ്ലേസ്ഡ് ലൈഫ് എന്ന്. റീപ്ലേസ്മെന്റ്. നമ്മുടെ മനസ്സ് മാറ്റി ആ റീപ്ലേസ് ചെയ്ത് ക്രിസ്തുവിൻ്റെ മനസ്സ്. മൈൻഡ് മാറ്റ ശസ്ത്രക്രിയ എവിടെയെങ്കിലും നടത്താൻ പറ്റുമോ? Now tell me, മൈൻഡ് മാറ്റാൻ പറ്റുമോ? Today as we were coming, we are talking about mind. Mind, brain മാറ്റാം, but not mind. I don't know. മൈൻഡിൻ്റെ പ്രതിഭാസം ഭയങ്കര സങ്കീർണമാണ്. മൈൻഡ് സൈക്കോളജി പഠിക്കുന്നത് തന്നെ ഭയങ്കര ടഫാണെന്ന് അതിൻ്റെ മോള് പറയണം. സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമാണ്. ഇറ്റ്സ് എ വെരി ടഫ് സബ്ജക്റ്റ്, വെരി കോംപ്ലക്സ് സബ്ജക്റ്റ്. പക്ഷേ ഇതൊരു മൈൻഡ് മാറ്റമാണ്. ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് പറയുന്നത്. But the Spirit of God can do that operation. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളിൽ ആ ഒരു റീപ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. You can receive the mind of Christ. ആ മൈൻഡ് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധീരന്മാരാവും കർത്താവിൽ. നമ്മൾ ഹീറോയിക് ആക്ടിവിറ്റി ചെയ്ത് നമ്മളൊരു ഹീറോ ആവാനല്ല, നമ്മൾ ശുശ്രൂഷിക്കാൻ, സ്നേഹിക്കാൻ, കരുതാൻ, പണിയാൻ തുടങ്ങും. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരല്പം പ്രയാസമുള്ള കാര്യം ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കും, ഓരോ വചനങ്ങളും തീയായി തീരണം, ഓരോ വചനങ്ങളും അഗ്നിയായി തീരണം നമ്മിൽ. അതിന് വചന സത്യങ്ങളെ ഏറ്റുപറയാൻ ഉള്ള കൃപ ദൈവത്തിൽ നമ്മൾ പ്രാപിക്കണം. അപ്പോൾ ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഏറ്റുപറയാൻ ഉള്ളൊരു എക്സസൈസ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് സംതിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇൻ ലൈഫ്. Then the word will become fire in us. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാണ്. It gives us life. നമ്മുടെ ആത്മാവിൽ പ്രാപിക്കുന്ന ആ ജീവൻ നമ്മുടെ മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കും വ്യാപരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. And that affects our physical life as well on earth. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയ സത്യങ്ങളെ പ്രഘോഷിക്കണം. ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു മുറിയിലിരുന്ന് ആത്മനിറവോടെ പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും നമുക്ക് കഴിയണം. ആ ആത്മനിറവിനായി നമ്മൾ പ്രാപിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ബലഹീനമാണ് നിങ്ങളുടെ കയ്യിലെങ്കിലും എൻ്റെ കൈയല്ലേ ബലഹീനം. ഞാനും കർത്താവും കൂടെ ചേർന്നാലോ? ഹൗ പവർഫുൾ I am. ധൈര്യത്തോടെ ഒരു രോഗിയുടെ മേൽ കൈവയ്ക്കാൻ ധീരത കാണിക്കണം. അത് അഹങ്കാരമല്ല, കർത്താവിലുള്ള ധൈര്യമാണ്. അവിടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ?
ആസ് യു ഫീൽ ലെഡ്, നമ്മൾ സീറ്റിൽ നിന്ന് മൂവ് ചെയ്യാറില്ല. യു ജസ്റ്റ് പ്രാർത്ഥിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് ഒരാളുടെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പ്ലീസ് ഡു ഇറ്റ് ബൈ ഡിപ്പെൻഡിങ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. റിമെമ്പർ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവം എൻ്റെ പിതാവാണ്. ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ. എന്റെ ശരീരത്തിൽ ബലഹീനതയുണ്ടെങ്കിലും എന്റെ ആത്മാവിൽ ഞാൻ ക്രിസ്തുവിന്റെ ജീവൻ വഹിക്കുന്നവനാണ്. ആ പ്രാർത്ഥനയോടെ നിങ്ങൾ മൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളുടെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കാം. മൂവ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് മൂവ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി പ്രാർത്ഥിക്കാം.